നമസ്കാരം സുഹൃത്തുക്കളെ, യാത്രാസ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു 3 ഇൻഫർമേഷനാണ് നിങ്ങളായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ നമ്മൾ മെയിനായിട്ട് പെട്ടെന്ന് എത്തേണ്ട കാര്യങ്ങൾ ഷോർട്സ് ആയിട്ടും ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷോർട്സും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിൽ നമ്മൾക്ക് പ്രധാനമായിട്ടുള്ള പല പദ്ധതികൾ, പ്രൊജക്റ്റുകളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അതുകൂടാതെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ്, ഓണക്കാലം അല്ലേ. അപ്പം ഓണക്കാലത്ത് നമ്മൾ അധികവും പഴവും പച്ചക്കറി സാധനങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ അതിനൊക്കെ ഭയങ്കരമായിട്ട് വിലയും വർദ്ധിക്കും അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ആ വില വർധനവിനെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനായിട്ട് സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് ഇടപെട്ടിട്ട് ഓണച്ചന്തകൾ സ്ഥാപിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓണച്ചന്തയുടെ വിശേഷമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ന്യൂസ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പം ഓണസമൃദ്ധി എന്ന് പേരിട്ടിരിക്കുന്ന കർഷക ചന്തകൾ ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നു. കൃഷി വകുപ്പിൻ്റെ ഓണസമിതി കർഷക ചന്തകൾ ഇന്നു മുതൽ 14-ാം തീയതി വരെ പ്രവർത്തിക്കും. സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് 3:30 തിരുവനന്തപുരം വികാസ് ഭവൻ അങ്കണത്തിലാണ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കുന്നത്. അതുപോലെ വി ശിവൻകുട്ടി മന്ത്രി അധ്യക്ഷനാവും. ഹോർട്ടികോർപ്പിന്റെ സഞ്ചരിക്കുന്ന വിൽപ്പനശാല മന്ത്രി GR അനിൽ ഫ്ലാഗ് ഓഫ് ചെയ്യും. ഇനി കൃഷി വകുപ്പിന്റെ 1076, ഹോർട്ടികോർപ്പിന്റെ 764, വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിലിന്റെ 160 എന്നിങ്ങനെ ആകെ 2000 വിപണികളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുക. കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മൊത്ത വ്യാപാര വിലയേക്കാൾ 10%, ജൈവ ഉൽപ്പന്നങ്ങൾക്ക് 20% എന്നിങ്ങനെ അധിക വില നൽകിയാണ് സംഭരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ചില്ലറ വിലയേക്കാൾ 30% കുറവിൽ പഴവും പച്ചക്കറികളും ലഭ്യമാക്കും. അപ്പം ഈ വർഷത്തെ ഓണം നമ്മുടെ കളറാവട്ടെ അല്ലേ. കുറഞ്ഞ വിലയ്ക്ക് നല്ല ഗുണമുള്ള പച്ചക്കറികളെല്ലാം വാങ്ങി നമ്മുടെ ഓണം നമുക്ക് ആഘോഷിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് നോക്കാം. ഈ GST എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുഡ്സിൻ്റെയും സർവീസിനും ഈടാക്കുന്ന ഒരു ടാക്സ് ആണല്ലോ. അപ്പോൾ ഈ ടാക്സ് വർഷാവർഷം മാറ്റങ്ങൾ വരും അല്ലേ. ഓരോ പ്രൊഡക്റ്റിനും ചിലപ്പോൾ കൂടി വരും, ചിലപ്പോൾ കുറഞ്ഞു വരും. അപ്പോൾ ഈ വർഷം നമുക്ക് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പം അതിൽ നമുക്ക് ഗോൾഡിനൊക്കെ GST കുറച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിലക്കുറവൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇടയ്ക്ക്. അപ്പോൾ അതുപോലെ ഇപ്പോൾ കുറച്ച് GSTയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ന്യൂസ് അപ്ഡേറ്റ്സാണ് നമ്മളിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. GST ഇളവ്, അർബുദ മരുന്നിന് വില കുറയും. അപ്പോൾ അർബുദ ചികിത്സയ്ക്കുള്ള 3 മരുന്നുകളുടെ വിലയാണ് കുറയുന്നത് കേട്ടോ. പിന്നെ ആദ്യം അത് 12% ആയിരുന്നു, അത് ഇനി 5% കുറയ്ക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകൾ വിപണിയിൽ ഇനി വിലക്കുറവിൽ കിട്ടും. ഇതുപോലെ അർബുദത്തിലൊക്കെ ചികിത്സിക്കുന്നവർക്ക് ഒരുപാട് ചിലവുണ്ടാവും അല്ലേ. അതിൽ നിന്ന് മെയിനായിട്ട് ഈ മരുന്നിൻ്റെ ആയിരിക്കും ചിലവ് വരിക. അപ്പോൾ അവർക്ക് അത് ചെറിയൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ. അത് ആദ്യം 10% കസ്റ്റംസ് തീരുവ കേന്ദ്ര ബജറ്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെയ്തിരിക്കുന്നത് GST കൗൺസിലിൻ്റെ യോഗം ശുപാർശ ചെയ്തിരിക്കുന്നത് 12% GSTയിൽ നിന്ന് 5% കുറയ്ക്കാനാണ്. ഈ മരുന്നുകളുടെ 10% കസ്റ്റംസ് തീരുവ കേന്ദ്ര ബജറ്റിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത്, ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിനുള്ള 18% GST കുറയ്ക്കുന്നത് സംബന്ധിച്ച് തീരുമാനവും നവംബറിലെ GST യോഗത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലും ചിലപ്പം നവംബറിൽ GST യോഗം നടത്തുമ്പം അതിലും കുറവ് വന്നേക്കാം. അടുത്ത 3-ാമത്തേത്, കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾ, കോളേജുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ അടക്കമുള്ളവയ്ക്ക് സർക്കാർ സ്വകാര്യ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന ഗവേഷണ ഗ്രാന്റിന് GST ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ അടുത്തത്, മിക്സ്ചർ പോലുള്ള ലഘുഭക്ഷണങ്ങളുടെ വില കുറയും. ഇവയുടെ 18% നികുതി 12% കുറച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രൈ ചെയ്യാത്തതും പാകം ചെയ്യാത്തതുമായ ലഘുഭക്ഷണ ഇനങ്ങളുടെ നികുതി 5% തുടരും. അത് മാറ്റമില്ല. ലഘുഭക്ഷണങ്ങളുടെയും പാകം ചെയ്യാത്തതുമായ ഭക്ഷണങ്ങളുടെയും എല്ലാം നികുതി 5% തന്നെയാണ്. എന്നാൽ മിക്സ്ചർ പോലുള്ള ലഘുഭക്ഷണങ്ങൾക്ക് 18% നിന്ന് 12% കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മിക്സ്ചറൊക്കെ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇനി കുറച്ച് വില കുറയും. എന്നു മുതൽ ഇതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ, അത് പറഞ്ഞിട്ടില്ല. അടുത്തത്, കാർ സീറ്റുകൾക്ക് വില കൂടും. ഇവയുടെ 18% നികുതി 28% അപ്പോൾ ചിലയിടത്തെല്ലാം കുറച്ചിട്ടുണ്ട്. ഇവിടെ കാറിൻ്റെ സീറ്റിന് വില കൂടുന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇരുചക്ര വാഹന സീറ്റുകൾക്ക് 28% നികുതി. അപ്പോൾ കാറിൻ്റേത് 18 ആയിരുന്നു, അതും ഇനി 28 മാറ്റാൻ പോവുകയാണ് കേട്ടോ. അപ്പം ആ GST ഇളവ് സംബന്ധിച്ച ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്തത്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് നോക്കാം.
മൊബൈൽ ഫോണുകൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഇപ്പം ചില ആളുകൾക്കെല്ലാം ഒരു ഹോബി തന്നെയുണ്ട്, കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഫോൺ മാറ്റുക എന്നുള്ളൊരു ഹോബി തന്നെയുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു ഐഫോൺ സ്വന്തമാക്കുക എന്നുള്ളത് അല്ലേ? അപ്പോൾ ഐഫോണിൻ്റേതാണെങ്കിൽ പല സീരീസുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഐഫോൺ 16 ആണ് റീസെൻ്റായി വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇനി ഐഫോൺ പുതിയ മോഡൽ ഫോണുകൾ പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് വാർത്തയിലേക്ക് നോക്കാം. ഐഫോൺ 16 സീരീസ് പുറത്തിറക്കി. ഐഫോൺ ശ്രേണിയിലെ ഏറ്റവും പുതിയ മോഡലുകൾ ആപ്പിൾ വിപണിയിൽ ഇറക്കി. ഐഫോൺ 16, 16 പ്ലസ്, 16 പ്രോ, 16 പ്രോ മാക്സ് എന്നിങ്ങനെ 4 മോഡലുകളാണ് പുറത്തിറക്കിയിരിക്കുന്നത് കേട്ടോ. അതുപോലെ ആപ്പിൾ വാച്ച് സീരീസ് 10, അൾട്രാ 2, എയർപോഡ്സ് 4, എയർപോഡ് മാക്സ് എന്നിവയും കമ്പനി ആസ്ഥാനമായ ആപ്പിൾ പാർക്കിൽ ഇറ്റ്സ് ക്ലോ ടൈം ചടങ്ങിൽ അനാവരണം ചെയ്തു. ഐഫോൺ 16 വകഭേദങ്ങൾക്ക് $799, അപ്പോൾ ഇന്ത്യൻ റുപ്പി ആകുമ്പോൾ 67,000 രൂപയാണ് കേട്ടോ. അതുപോലെ 16 പ്ലസിന് $75,500 രൂപ, 16 പ്രോ $999 അഥവാ $83,800 രൂപ മുതലും 16 പ്രോ മാക്സ് $1,199 അഥവാ $1,700,000 രൂപ മുതലും ലഭിക്കും. അപ്പോൾ 67,000 രൂപ മുതൽ 1,700,000 രൂപ വരെയാണ് ഈ പുതിയ 4 ഫോണുകളുടെ സീരീസ് ഇറക്കിയതിൻ്റെ വില വന്നിരിക്കുന്നത് കേട്ടോ. ഐഫോണിൻ്റെ എല്ലാ വകഭേദങ്ങളിലും AI അധിഷ്ഠിത ആപ്പിൾ A18 പ്രോസസ്സറുകളാണ് ഉള്ളത്. ഇപ്പോൾ എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ടുള്ള ഫോണുകളാണല്ലോ. അപ്പം ഈ ഐഫോണിലും അതേ എല്ലാ ഫെസിലിറ്റീസും വെച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഐഫോൺ വാങ്ങാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ അവസരങ്ങളും പ്രയോജനപ്പെടുത്തുക. ഇന്നത്തെ പ്രധാന ന്യൂസ് അപ്ഡേറ്റ്സ് മൂന്നെണ്ണമാണ് ഞാൻ വായിച്ചത്. അപ്പം അതൊരു ഇൻഫർമേഷൻസും ആണ്, അതുപോലെ GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്, പിന്നെ അതായത് ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്, പിന്നെ പൊതു അറിവുകളാണ് കേട്ടോ. അപ്പം ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. യാത്രാ സ്നേഹി സൈനിങ് ഔട്ട്. ബൈ.